ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട് വയ്ക്കുന്ന ഒരു സ്വപ്നമാണ്. അപ്പോൾ ഈ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഏരിയ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്വപ്നം പോലെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്താണെന്നും ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ സ്റ്റെയർ ഗ്ലാസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നും കംപ്ലീറ്റ് വുഡാണ് ചെയ്തിരിക്കുന്നത്, മരത്തിൻ്റെയാണ് ഫ്രെയിം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് മരമാണ് ചെയ്തിരിക്കുന്നത്, ഫുൾ മരം തന്നെയാണ്. അത് അലൂമിനിയം അല്ല, അലൂമിനിയത്തിൽ തന്നെ വരുന്നുണ്ട്, അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് വരുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ മരം വെച്ച് ചെയ്യാവുന്ന രീതിയിൽ മരത്തിൻ്റെ ഡിസൈനിങ് വരുന്നുണ്ട്. ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഫുൾ മരം തേക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫുൾ തേക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കർവ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. കണ്ട ആ സ്റ്റെപ്പ്, ആ ഒരു കർവാണ് അതിൻ്റെ ഡിസൈനിങ്ങിൽ ഏറ്റവും ബെറ്റർ. കാരണം ആ സെയിം ഹൈറ്റിൽ അടിച്ചിരുന്നെങ്കിൽ, ഹൈറ്റിൽ കൊടുത്തിരുന്നെങ്കിൽ ആ ലുക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു. ഇത് കറക്റ്റായിട്ട് ഒരു കർവ് വന്നതിന് ശേഷം ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടി താഴേക്ക് ഇറക്കി കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല നീറ്റായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് എല്ലാം തന്നെ 8mm 10mm ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് 10mm ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെമ്പേർഡ് ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് പൊട്ടാത്ത ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ തട്ടയോ മുട്ടയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പൊട്ടാത്ത രീതിയിലുള്ള ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന സെയിം കർവ് തന്നെ അതേ ആ സ്ക്വയർ കട്ടിങ് തന്നെയാണ് താഴേക്കും കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മൾ ഡിസൈനിങ്ങും, അതായത് ഡിസൈനിങ് ചെയ്ത് ഗ്ലാസ് അതിൻ്റെ അകത്ത് മരത്തിൻ്റെ അകത്ത് ഫുൾ കയറി നിൽക്കുന്ന അവസ്ഥയിലാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇതിൻ്റെ ഫ്രെയിം കണ്ടോ, ഫ്രെയിം നോക്കി അറിയാൻ പറ്റും. ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി, അതായത് മരത്തിൻ്റെ ഫ്രെയിം ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി ഏറ്റവും താഴെ അവസാനിക്കുന്ന വരെ വേറെ സെപ്പറേറ്റ് തൂണോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ബാക്കി എല്ലാം അതായത് ഒറ്റ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അതായത് ഏറ്റവും താഴെ നിന്ന് തുടങ്ങി ആ കർവ് ചെയ്ത് വന്നതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ലാതെ ഫുൾ ഒറ്റ ഫ്രെയിമിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്ലാസിൻ്റെ സിസ്റ്റത്തിൽ, ഗ്ലാസ് നമ്മൾ സൈഡിൽ ഡ്രില്ല് ചെയ്ത് അതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇടയ്ക്ക് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ഒറ്റ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരൊറ്റ ഫീലിങ്സ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ സാധാരണ ഈ കോർണറിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു കാല്, അതായത് അതിൻ്റെ ഒരു കാല് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് നല്ല നീറ്റ് വർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്രയും വലിയ അട്രാക്ഷൻ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്കാണെങ്കിലും സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്ന വർക്കിൻ്റെ സൈഡ് തന്നെ ആ ഫുൾ കവർ ചെയ്ത്, അതായത് സ്റ്റെയറിൻ്റെ രണ്ടാമത്തെ സ്ക്വയർ കട്ടിങ് വരുന്ന ഫുൾ കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ആ ഏരിയ, അതായത് ആ പെയിൻറ്റിങ്ങിൻ്റെ ഏരിയയും സ്ട്രക്ചറൽ വർക്കും കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വാം വൈറ്റ് കളറുകളാണ് ഫുൾ കൊടുത്തിരിക്കുന്നത്, വാം വൈറ്റ് ലൈറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഒരു ലുക്ക് നമുക്ക് സ്റ്റെയറിൽ ഫീൽ ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.